ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീട്ടിലേക്ക് ഓർക്കും അതാണ് മാഷാ അല്ലാഹ്. അപ്പൊ മക്കളെ എന്താ പരിപാടി? സുഖാണോ? ഒരു മുഴുത്ത എല്ലാവർക്കും മട്ടില്ലേ? അപ്പൊ എന്താ മക്കളെ, നൗഫലിന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതിന് പരിപാടിക്ക് പോകാൻ നിൽക്കുന്ന ജിൽഷാനെ വെയിറ്റ് ചെയ്യുമ്പോൾ സ്റ്റുഡിയോക്ക് എത്തി. അപ്പോൾ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇന്നലെ തന്നെ മേടിച്ചു കിട്ടോ. അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടാണ് മേടിച്ചത്. അപ്പോൾ എന്തായാലും സാധനം കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. എന്തായാലും ഇൻഷാല്ലാ നമുക്ക് വീഡിയോ നമുക്ക് കാണിക്കാം അല്ലേ? അപ്പോൾ മോൾക്കൊക്കെ ആക്കിൻ്റെ മൂഡ് ഓഫ് ഫോട്ടോ എന്താ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ എൻ്റെ മുടിയൊക്കെ ഒറ്റതിൽ വെട്ടിപ്പിച്ചിട്ടോ റാഷിദ. എന്തായാലും അപ്പൊ എല്ലാവരും പറഞ്ഞു വെട്ടി വെട്ടി. അപ്പൊ എന്തായാലും റാഷിയ, അപ്പൊ നമ്മളവിടെ പരിപാടിക്കൊക്കെ പോയിട്ടില്ല. വീഡിയോ കാര്യങ്ങൾ അവിടെ ആരൊക്കെ എന്തൊക്കെ ഉണ്ടാവുന്ന ഒരുപാട് യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും അങ്ങനെ പോയൊക്കെയാണ്. എന്താ റാഷിയ? ഓ ഗായ്സ്, പുതിയ ചെരുപ്പ് മേടിച്ചു ഗായ്സ്. വേറെ ഒന്നല്ല, ഷൂ ഇടാനേ മതി. അപ്പൊ ചെരുപ്പാണ് മേടിച്ച് അല്ലേ? പറയാൻ കാരണം അങ്ങനെ എമ്മയെ പോവില്ല നമുക്ക്. ഒരു ഉമ്മടുത്ത ഉമ്മടുക്ക് ഒരു ഉമ്മടുക്ക് നിപ്പാക്ക് ഉമ്മട്ടില്ലേ? എല്ലാവർക്കും ഉമ്മട്ടില്ലേ? ഉമ്മരണ്ട്. ഇപ്പൊ എന്തായാലും ഹലോ പറഞ്ഞ മൂഡ് റെഡി അല്ല. എന്തായാലും ഇൻഷാല്ലാ ജിൽഷാനെ വെയിറ്റ് ചെയ്യട്ടോ. 3 മണിക്കാർ പറഞ്ഞതാ. 3 മണിയും കഴിഞ്ഞ് അവനെ കാണാനല്ല. വണ്ടിയിൽ കേട്ടോ, വണ്ടിയിലെ ജിൽഷാദും ജിൻസി വന്നിട്ടുണ്ട്. ജിൽഷോ അല്ലേ? ജിൻസിയ ഒരു വന്നിട്ടുണ്ട്. ഞങ്ങളെ പോയി എമ്മിയെ നല്ല കരച്ചാൻ കാറിനുള്ളിൽ കയറിയപ്പോ ആക്കിന്റെ കരച്ചിലാണ് അല്ലേ? പോവാ ഇങ്ങളൊന്നും ഞങ്ങൾ ആദ്യം ഒന്നും കൊണ്ടല്ലോ. എന്തായാലും ഇത് നല്ല മക്കളെ, ഞങ്ങൾ റിസോർട്ടിൽ എത്തിട്ടോ. റിസോർട്ട് ഇതാണ്, ആ റിസോർട്ടിലെ പരിപാടി തോന്നുന്നു. എന്തായാലും ഫുള്ള് കാണാൻ റിച്ചിലാട്ടോ. എന്തായാലും മോൾക്ക് പോയേക്കാം. ഉള്ളു കയറിക്കോ, ഉള്ളു കയറ്റിക്കോ. ദിലീപിന്റെ സിനിമയല്ലേ നമ്മൾ കണ്ടില്ലേ? പണ്ട് ട്രോൾ ചെയ്യുന്ന കുഴപ്പമില്ല. എന്തൊക്കെ വിശേഷം? സുഖല്ലേ? അതൊക്കെ പിന്നല്ലാതെ നോണറിയട്ടെ, വേറെ ആദ്യം ഇരുന്നതാ. അതാ എന്തൊക്കെ വിഷയം? സുഖല്ലേ? ഒരുപാട് കാര്യമുണ്ട്. എന്തൊക്കെ സുഖല്ലേ? എന്തൊക്കെ കൊണ്ട് പ്രൊമോഷൻ ചെയ്യിക്കാൻ വേണ്ടി മെസ്സേജ് അയക്കാന്നല്ല, നേരിട്ട് കാണില്ല. എന്താ പാട്? ആരുമില്ലേ? എന്തൊക്കെ സുഖല്ലേ? റാഹത്താണ്. കുട്ടികൾ വരുന്നില്ലേ? എല്ലാവരും പ്ലീസ് ഇത്രയും പെട്ടെന്ന് നമ്മള് സ്റ്റേജിന്റെ അടുത്തേക്ക് വരണമെന്ന് കിട്ടോ. മുത്ത് മാണിക വല്ലപ്പുഴ ഇതൊക്കെ വല്ലപ്പുഴ അറിയോ? സലാമാണല്ലോ. നൗഫലേ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ബർത്ത്ഡേ ഫാമിലി
സുഖാണൊക്കെ എന്ത് ആ കുട്ടിയുടെ ബർത്ത്ഡേ എല്ലാവരും താഴോട്ട് വരിട്ടോ. പ്രോഗ്രാം തുടങ്ങാൻ സമയമായി. എല്ലാ ആൾക്കാരും താഴോട്ട് വരും. കളിച്ചു നിൽക്കലുണ്ട്. എല്ലാവരും താഴോട്ട് പ്ലീസ് 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 പ്ലീസ്. നിങ്ങൾ താഴെ തന്നെയാണ് പ്രോഗ്രാം ബർത്ത്ഡേ പോയിട്ട് അതിന്റെ ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യണം. എല്ലാവരും താഴോട്ട് സഹകരിക്കാം. അടി താഴോട്ടൊന്ന് വന്ന് സഹകരിക്കാം പ്ലീസ്. ആ ലൈറ്റിനോട് ഇരിക്കണം അങ്ങോട്ട് ഇരിക്കുക. ലൈറ്റ് പൊട്ടി പിടിച്ച് കളിക്കും. എക്സൈറ്റ്മെന്റിലാണ് പലരും വരാൻ പറഞ്ഞിട്ടൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ടായിരിക്കും സംസാരിക്കാനും ഫോട്ടോസ് എടുക്കുന്നതിന്റെ ഒക്കെ തിരക്കിലാണ്. തീർച്ചയായും നിങ്ങൾക്ക് സംസാരിക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 3 മണി പറഞ്ഞപ്പോ അതാ 6:12 ആയില്ലേ. നമ്മൾ തുടങ്ങല്ലേ? ജനഗണമന ആര് പാടുക? ഓക്കെ, അപ്പൊ നമ്മളൊക്കെ കാത്തുകാതിരിക്കുകയാണല്ലേ. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നൗഫലിന്റെ നെജിലയുടെയും പൊന്നോമന മകളുടെ 1ാം പിറന്നാൾ ആഘോഷത്തിലാണ് നമ്മൾ കൂടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യണ്ടേ? നല്ലൊരു മാസ് എൻട്രി ആണ്. എല്ലാവരും പ്ലീസ് എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്ത് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട അലേഹ നൗഫൽ. നമ്മുടെ അലേഹ ബേബിയുടെ 1ാം പിറന്നാളാണ്. എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയടിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട നിന്നോടൊന്നും ചൊല്ലില അനുരാഗം വീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൽ കിന്നരൻ ആകാശത്തോപ്പിൽ കിന്നരൻ. സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. അവരുടെ പൊന്നോമനയുടെ ബർത്ത്ഡേ ആണ്. അതും ആദ്യം പിറന്നാളാണ്. നിങ്ങളെ കൊറേ കണ്ടിട്ട് സുഖല്ലേ? ലുക്ക് മാറിക്കണോ? കഴിഞ്ഞോ? അളിയ മലയണിഞ്ഞിട്ട് നാടിച്ചിരിക്കുന്ന സുഹറാബി നീലമിടികളിൽ പല പല കിനാവുകൾ ചാലിച്ചെഴുതിയ പുതുനാരി ചില തെളിമൊഴി മണിമലയണിഞ്ഞിട്ട് നാടിച്ചിരിക്കുന്ന സുഹറാബി നീലമിടികളിൽ പല പല കിനാവുകൾ ചാലിച്ചെഴുതുന്ന പുതുനാരി കയ്യിൽ പതിപ്പിച്ച മൈലാഞ്ചി ചുവപ്പിന്റെ പ്രമിൽ മതി മറന്നൊരു ടിവി കണ്ണിൽ തെളിച്ചുള്ള അഴകേറും കിനാവിന്റെ ചൊല്ലിൽ ലയിച്ചൊരു സുരബീവി കയ്യിൽ പതിപ്പിച്ച മൈലാഞ്ചി ചുവപ്പിന്റെ പ്രമിൽ മതി
ചിരിച്ചെഴുതുന്ന പുതുനാരി മുത്തോരം പച്ചക്കിൽ പറക്കല്ലേ മറയല്ലേ മുത്തേ നീ മണിമരനരികിലുണ്ടേ കല്യാണ പെണ്ണെ നിന്നെ കുളിപ്പിച്ചു നടിയിക്ക പിന്നീടും മണിത്തിങ്കൾ പതക്കമുണ്ടേ ഈ ഒരു പ്രോഗ്രാമിന് എത്തി എന്ന് പറയുമ്പോൾ അതിലേറെ വലിയ സന്തോഷം. സത്യം പറഞ്ഞാൽ എന്താണ് ഇത്രക്കൊന്നും ഗംഭീരമൊന്നും വിചാരിച്ചില്ല കേട്ടോ. മൊത്തത്തിൽ കളറായി. എൻ്റെ മോളുടെ ആദ്യ ബർത്ത്ഡേ ആണ്. ഇനി വേറൊരു സർപ്രൈസും പാടുണ്ട്. അപ്പം മോൾക്ക് ഇന്നൊരു വയസ്സാണ്. ഞാൻ അടുത്തത് ഒരു ഉപ്പയാവുകയാണ്. സെക്കൻഡ് 5-ാം മാസമായിട്ടുണ്ട്. എൻ്റെ ലക്ഷ്യം അൻഷിഫിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അൻഷിഫ് ഓൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ 5 സെൻറ്റ് സ്ഥലം 10 സെൻറ്റ് സ്ഥലം വാങ്ങിക്കണേ. ഞാൻ 20 വാങ്ങും. അൻഷിഫ് തോക്കൂല. ഇല്ലല്ല. അപ്പം എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം. ഈ ഒരു വേളയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഉമ്മയും മോനും എന്നൊരു ഫാമിലി പണ്ട് ടിക്ടോക്കിലൊക്കെ ഇപ്പോൾ കുഞ്ഞാനാണെന്നുണ്ടെങ്കിലും ഞാൻ ആദ്യം കമ്പനി കൂടുന്നത് കുഞ്ഞാനോടാണ്. ഇപ്പം അന്നും ഇന്നൊക്കെ ആ കമ്പനി ഒരേമാതിരി പോകുന്നുണ്ട്. ഒരുപാട് ഒരു ഞാൻ സത്യം പറഞ്ഞ കാരണവരുടെ സ്ഥാനത്തൊക്കെ ആയിട്ടാണ് നമ്മൾ കുഞ്ഞാനും ഫാമിലി എല്ലാവരും ഈ വന്നുകൂടി എല്ലാവരും എനിക്ക് അത്രത്തോളം വേണ്ടപ്പെട്ട ആൾക്കാരാണ്. എന്തായാലും പിന്നെ കൂടെ നമ്മളെ ഷാജഹാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് രണ്ടാളും കൂടി ഒരുമിച്ചാക്കാം. അതും ഭയങ്കര ഒരു സപ്പോർട്ടായി. പിന്നെ എടുത്ത് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബേർഡേ ഒന്നും എന്നാന്ന് പോലും കറക്റ്റ് എൻ്റെ ഉമ്മാക്ക് സത്യം പറയും എൻ്റെ ബേർഡേ പറഞ്ഞത്. പക്ഷെ രേഖയിൽ 18 സത്യത്തിൽ അത് എന്താന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. പണ്ട് അറിയില്ലല്ലോ. പണ്ടും അറിയില്ല, എപ്പോഴും അറിയില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ ബേർഡേ ഇന്ന് വരെ ഞാൻ ആഘോഷിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ മോളുടെ ബേർഡേ സത്യം കണ്ണിങ്ങനെ അറിയുന്നുണ്ട് കേട്ടോ. ഞാനൊക്കെ സത്യം എൻ്റെ കഥ കൂടുതലൊന്നും പറയേണ്ട വെച്ചില്ല. ഒറ്റ മുറി വാടക വീട്ടിലായിരുന്നു എൻ്റെ ജീവിതമൊക്കെ ഉണ്ടായിരുന്നത്. ഇന്ന് അൽഹംദുലില്ലാ ഒരു 3 വർഷം കൊണ്ട് സ്വപ്നം കാണുകയാണോ എന്ന് പോലും ഇടയ്ക്ക് ചിന്തിച്ചു പോകും. കാരണം എന്താ വെച്ചാൽ മഴ തോർന്നിട്ടും എന്താ പറയുക മഴ തോർന്നിട്ടും ഒരു എല്ലാം കൊണ്ടും മൊത്തത്തിൽ സങ്കടമായിരുന്നു. ഇന്ന് ഞാൻ വിളിച്ച് ഇങ്ങനൊരു പ്രോഗ്രാം സെറ്റ് ചെയ്യാനും ഇത്ര ആളുകളുടെ മുന്നിൽ എനിക്ക് പറ്റാത്തത് എൻ്റെ മോൾക്ക് സാധിച്ചു കൊടുത്തു എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഇന്ന് ഒരു വേളയിൽ നിൽക്കുന്നത്. എന്തായാലും നാളെ എന്താവും, അടുത്ത കുട്ടിക്ക് എന്താവും എന്നൊന്നും അറിയില്ല. എന്തായാലും കൊണ്ട് നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. മക്കളെയാണ് കുഞ്ഞാനെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എയറിലല്ല, ബഹിരാകാശത്തുമല്ല, ചന്ദ്രന്റെ ഉള്ളിലാണ് കുഞ്ഞാൻ്റെത്. നമ്മൾ പറയാൻ ഒറ്റൊന്നുള്ളൂ, കുന്നു കുലുങ്ങിയാലും കുഞ്ഞാത്ത് കുലുങ്ങൂല. ഇതല്ലാതിരും വലുത് വന്നിട്ടുണ്ട് ചാനലിലും ഇതിലൊക്കെ, എന്നിട്ട് കുലുങ്ങിയിട്ടില്ല. പിന്നല്ല ഇപ്പൊ ഇതിലെ എന്താ പറയല്, അത് മാത്രം പോരാ. ഇത് മാത്രം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞാന് സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരു പായല് കാശ്മീര് അല്ലേ 20 ദിവസം കല്യാണം കഴിഞ്ഞിട്ട് ഞാനും കുഞ്ഞാനും ഫാമിലിയും കാശ്മീരിലേക്ക് ഒരു കാറിൽ യാത്ര ഉണ്ടാകും. അന്ന് കുഞ്ഞാൻ എന്താന്നുള്ള കാര്യം എനിക്ക് കറക്റ്റായിട്ട് അറിയാം. കുഞ്ഞാൻ എങ്ങനത്തെ ആളാണ്. കാരണം ഈ തൊള്ളിടുന്ന ആളല്ല ശരിക്കും കുഞ്ഞാൻ ആരാ വെച്ചാൽ ഒരു പച്ച പാവാണ്, ശരീരം മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരുപാട് സന്തോഷം. പിന്നെ സോഷ്യൽ മീഡിയ ആണ് പലതും ആളുകൾക്ക് ഇപ്പോൾ ലാസ്റ്റ് നമ്മളെ പ്രിൻസ് സിനിമയിൽ ലാസ്റ്റ് ഒരു ഊർവശി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും റിലേറ്റ് ആണ്. കാരണം ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ആദ്യം മീഡിയ വന്ന് അതെല്ലാ സംഭവം അങ്ങനെ തന്നെയല്ലേ. അയാളെ നിരപരാധിത്വം എന്താണെന്ന് പോലും അറിയില്ല. പക്ഷെ ആദ്യം പോണം. ഒരു അംഗനവാടി പരിയിലാണ് തുടങ്ങണം. നമുക്ക് വേറെ ഒന്നും വേണ്ട. ടെറഫ് തുടങ്ങിയിട്ട് കാര്യമില്ല, ഇവിടെ മൈതാനം തുടങ്ങും ഞങ്ങള്. ചിരിച്ചണ് അങ്ങനെ അറിയാനില്ല. ഓക്കെ, താങ്ക് യു. നല്ലൊരു കൈയടി എല്ലാവരും കൂടി ചേർന്നൊരു ഫോട്ടോ അല്ലേ, ഒരു ഫോട്ടോ സെക്ഷൻ ആണ്. ഗൾഫിൽ നിന്നോ നേരം കണ്ടെത്തിയത്
പ്രശസ്തമായ ബ്ലോഗർ ഇൻഫ്ലുവൻസർ കം ജേർണലിസ്റ്റ് മഞ്ജിത്തിയുമായ വേദിയിൽ അല്പസമയത്തിനകം അരങ്ങേറുന്നതാണ് കേട്ടോ. എല്ലാവരോടും ഒന്നിട്ട് കഴിഞ്ഞാൽ മറ്റവൻ്റെ ഒരു ചെറിയ പരിപാടി ഉണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ വൈകുന്നേരം വന്ന് നിൽക്കാൻ. അപ്പോൾ ഇൻഷാല്ലാ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ എന്തായാലും കാണട്ടെ ഇൻഷാല്ലാ.